നമ്മളിപ്പോൾ ഒരു റോസ് ഗാർഡൻ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലെല്ലാം നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിയാകുമ്പം അടുത്താണ് ഐക്യ വരുന്നത്. അപ്പോൾ അവിടെ കയറി നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ഈ റോസ് ഗാർഡനിലോട്ട് പോകുന്നത്. ഐക്യയിൽ ബ്രേക്ക്ഫാസ്റ്റും ഫുഡും ഒക്കെ വളരെ ചീപ്പാണ്. പ്രത്യേകിച്ച് ഐക്യ ഫാമിലി കാർഡ് ഉള്ളവർക്ക്, പിള്ളേർക്കും എല്ലാം അവിടുത്തെ ഫുഡ് ഇഷ്ടമായതുകൊണ്ട് എന്നാൽ പിന്നെ ഐക്യയിൽ കയറി കഴിച്ചിട്ട് പോകാന്നുള്ള രീതിയിൽ അങ്ങോട്ട് കയറിയതാണ്. ആസ് യൂഷ്വൽ എന്ന് നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെ മീറ്റ് ബോൾസ് തന്നെയായിരുന്നു വാങ്ങിച്ചത്. എല്ലാവർക്കും കൂടെ 13 euro ആണ് ആയത്, ഇൻക്ലൂഡിങ് ഡ്രിങ്ക്സ്. ഫുഡെല്ലാം കഴിച്ച് പിള്ളേരെല്ലാം ഹാപ്പിയായി വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. നമ്മൾ റോസ് ഗാർഡനിലോട്ട് എത്തിയിട്ടുണ്ട്. ഗാർഡൻ്റെ ആ എൻട്രൻസ് കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയല്ലേ. കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ വരുമ്പോൾ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടക്കുമ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി. ഇത് സെയിൻറ് ആൻസ് എന്ന് പറയുന്ന പാർക്കും ഗാർഡനും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സ്ഥലമാണ്. 240 ഏക്കറോളം വിസ്തീർണത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ പാർക്കാണിത്. ഡബ്ലിൻ നോർത്ത് സൈഡിൽ ക്ലോണ്ടാർഫ് ഏരിയയിലാണ് ഈ പാർക്ക് വരുന്നത്. റോസ് ഗാർഡൻ സന്ദർശിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പൂക്കളെല്ലാം പൊഴിഞ്ഞു തുടങ്ങും. പലതരം റോസസിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹൈബ്രിഡ് അല്ലെങ്കിൽ ഫ്ലോറിബണ്ട, പാറ്റിയോ ടൈപ്പ് റോസസിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നത് തന്നെ ഭയങ്കര ഭംഗിയായിട്ടാണ്. ഇത്തരം ഗാർഡനിലോട്ട് പൊതുവേ നമുക്ക് എൻട്രൻസ് ഫീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ വന്നു ഒരുപാട് നേരം റിലാക്സ് ചെയ്യാം. എന്ത് രസമാണെന്നറിയാം. ഈ പ്രായമുള്ളവരും അങ്ങനെ ഒരുപാട് ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ റോസിനെ എപ്പോഴും സ്നേഹത്തിൻ്റെ സിമ്പിളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ എന്നാൽ ഇത് ദുഃഖത്തിൻ്റെയും കൂടെ സിമ്പിളാണ്. ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥയുണ്ട്, അഫ്രോഡൈറ്റിയും അഡോണിസും. അഫ്രോഡൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിന്റെ ദേവതയും, അഡോണിസ് എന്ന് പറഞ്ഞാൽ ഈ അഫ്രോഡൈറ്റിയുടെ കാമുകനുമായിരുന്നു എന്നാണ് പറയുന്നത്. അഫ്രോഡൈറ്റിയോട് ഒരുപാട് ദേവന്മാർക്ക് പ്രണയമുണ്ടായിരുന്നു. പക്ഷേ അഫ്രോഡൈറ്റിയുടെ പ്രണയം അഡോണിസിനോടായിരുന്നോട് തന്നെ അഡോണിസിനോട് പലർക്കും അസൂയ ഉണ്ടായിരുന്നു. മറ്റ് ദേവന്മാരുടെ ചതിയിലൂടെ അഡോണിസ് കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ് അഫ്രോഡൈറ്റി വന്ന് തന്റെ കാമുകന്റെ ശരീരത്തിനൊപ്പം ഇരുന്ന് കരഞ്ഞ് ആ കാമുകന്റെ രക്തത്തിൽ ഈ അഫ്രോഡൈറ്റിയുടെ കണ്ണുനീർ വീണപ്പോൾ അതിനകത്ത് നിന്നുണ്ടായി വന്ന പുഷ്പമാണ് റോസ് പുഷ്പം എന്നാണ് പറയുന്നത്. ഒരേ സമയം സ്നേഹത്തിന്റെയും ദുഃഖത്തിന്റെയും സിമ്പലായി റോസസിനെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ്. ഈ റോസ് ഗാർഡന്റെ അടുത്തായി തന്നെ വേറെയും ചെറിയ ഗാർഡനുകളൊക്കെ കാണാൻ കഴിയുന്നതാണ്. പഴയ ക്ലോക്ക് ടവറും അങ്ങനെ പൊളിഞ്ഞു വീഴാറായ പല കെട്ടിടങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ബോർഡ് നോക്കേ. കാരണം എവിടെ വെള്ളം കണ്ടാലും ഈ സായിപ്പന്മാർ അതിനകത്തോട്ട് പൈസ വാരി എറിയും. അപ്പോൾ ഈ മണിയെല്ലാം പോകുന്നത് ഇതേണ്ട ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ദിസ് സെയിൻറ് ആൻസ് ഫിസിക് ഗാർഡൻ എന്ന് പറഞ്ഞ് ഈ ഗാർഡന് വേണ്ടിയാണ് ഇവിടുത്തെ പൈസകളെല്ലാം ചിലവാക്കുന്നത്. കാണുന്ന ചെടികളൊക്കെ റോസ്മേരിയാണ് കേട്ടോ. നമ്മളതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് മണപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര മണമാണ്. ഇതിന് ഒരുപാട് മെഡിസിനൽ യൂസസ് ഉണ്ട് ഈ റോസ്മേരിക്ക്. ഇത് ഡിമെൻഷ്യയുടെ ട്രീറ്റ്മെൻറ്റ്, ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാറുണ്ട്. നല്ല മനോഹരമായിട്ട് ഒരു പുതിയ സെറ്റപ്പോടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് മുന്നേ കണ്ടിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്ര ഒരു കാര്യം ഓപ്പൺ ആയിരുന്നില്ല. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇത് 2012 ശരിക്കും ഈ സെക്ഷൻ ഓപ്പൺ ആയത്. പക്ഷേ പലപ്പോഴും നമ്മളിവിടെ വരുമ്പോൾ ഇത് അടച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു സെക്ഷനിൽ കയറാൻ പറ്റിയത്. ഇൻഡാൻസ് എന്ന് പറയുന്ന പാർക്ക് പണ്ട് ഗിന്നസിൻ്റെ അവരുടെ പ്രൈവറ്റ് എസ്റ്റേറ്റ് ആയിരുന്നു. പിന്നീട് ഇത് ഗവൺമെൻറ്റിന് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു എസ്റ്റേറ്റാണ്. ഇവിടെ എപ്പോൾ വന്നാലും നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ ഇപ്പം വീക്കെൻഡ് വരുവാണെങ്കിൽ ഇവിടെ മാർക്കറ്റുകളുണ്ട്, വീക്കെൻഡ് മാർക്കറ്റുകളുണ്ട്. ഇവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. പക്ഷേ വീക്ക് ഡേയ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിരക്ക് കുറവാണ്. പക്ഷേ എന്നാലും ഒരുപാട് പേര് ബാർബിക്യൂ ചെയ്യാനും ഇങ്ങനെ നടക്കാനും പട്ടികളായിട്ട് വരാനും കുട്ടികളൊക്കെ ആയിട്ട് സ്ട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. മനോഹരമായൊരു പാർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ അവർക്ക് ഒരു രീതിയിലുള്ള ഒരു ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വേണ്ട പാർക്കിനകത്തുള്ള ഫെയറി ഡോൾസൊക്കെ കണ്ടോ. ഇത് പാർക്കുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോ വിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. യൂറോപ്പിലാകമാനം തന്നെ ഇത്തരം മരങ്ങൾ കാണാൻ പറ്റുന്നതാണ്. ഇതിന് ഫെയറി ട്രീ അല്ലെങ്കിൽ പാസിഫയർ ട്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളെല്ലാം പാസിഫയർ ഉപേക്ഷിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഫെയറി കൊടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് മരങ്ങളിൽ കൊണ്ടുവന്നിട്ട് പാസിഫയർ കെട്ടിയിടുന്ന ഒരു ട്രഡീഷനാണിത്. ഇവിടെ നല്ല കോഫി ഷോപ്പും പിന്നെ ഇവിടുത്തെ ഗിന്നസിൻ്റെ കൊച്ചുമകനായ ഒലിവേഴ്സ് റൂം, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാത്റൂം ഫെസിലിറ്റി, ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. നല്ലൊരു കോഫി ഷോപ്പാണ്. ബ്രൗണിയൊക്കെ വളരെ ടേസ്റ്റിയാണ്. പിന്നെ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഒരു എക്സിബിഷനും അവിടെ ഉണ്ട്. 2 ആർട്ടിസ്റ്റുകൾ വരച്ച പിക്ചറുകൾ കാണാം. അവർ തന്നെയാണ് ആ ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ ഓരോ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.